വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ മുഫീദ. മക്കളെ, ദാ നമ്മുടെ ഓണം വെക്കേഷൻ ഇപ്പൊ കഴിഞ്ഞു പോയിട്ടുള്ളൂ. ദാ വരുന്നു നമ്മുടെ പുതിയൊരു വെക്കേഷൻ, ക്രിസ്മസ് വെക്കേഷൻ. പക്ഷെ അതിന് മുന്നേ ഒരു കുഞ്ഞ് എക്സാം നമുക്ക് എഴുതി തീർക്കാറുണ്ട്, നമ്മുടെ ക്രിസ്മസ് എക്സാം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഫിസിക്സിൽ നിന്നും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ് ഗുരുത്വാകർഷണം, ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് അതിൽ നിന്ന് വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കി പഠിക്കാം. അല്ലെ, ഒരു ചാപ്റ്റർ പഠിച്ചു എന്നതിലുപരി നമ്മൾ അതിലെ ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ പരിചയപ്പെടാം. അല്ലെങ്കിൽ ചാപ്റ്റർ ഒക്കെ പഠിച്ച് നമ്മൾ എക്സാമിന് പോയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്ന സമയത്ത് നമുക്ക് ഇതെന്തോ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഫീൽ ചെയ്യും. കാരണം അറിയാം, ഫിസിക്സ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല അല്ലെ, നമുക്ക് കുറച്ചും കൂടെ നമുക്ക് ലോജിക് ഒക്കെ അപ്ലൈ ചെയ്യേണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ചോദിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ അതൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നമ്മുടെ എക്സാമിന് പോകാൻ വേണ്ടി. സോ അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ടാബുലേറ്റ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ദ ഗിവൻ ടേബിൾ. കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, അത് അനുയോജ്യമായിട്ട് മാസിനെയാണോ ഭാരത്തിനെയാണോ വെയിറ്റിനെയാണോ മാസിനെയാണോ ഉള്ളത് എന്ന് നമ്മൾ അത് യോജിപ്പിച്ച് എഴുതുക. ഓക്കെ, സോ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ, ദ്രവ്യത്തിന്റെ അളവാണ്. അതെന്താണ്? മാസ് ആണ്. നമുക്കറിയാം മാസ്, ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ആണ് മാസ്. യൂണിറ്റ് കിലോഗ്രാം വെയിറ്റ്. എന്തിന്റെ കിലോഗ്രാം വെയിറ്റ് ആണ്? വെയിറ്റിന്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം വെയിറ്റ്. ന്യൂട്ടണും കിലോഗ്രാം വെയിറ്റ് ഒക്കെ ആരുടെ യൂണിറ്റ് ആണ്? വെയിറ്റിന്റെ യൂണിറ്റ് ആണ്. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം മാത്രമാണ്. നെക്സ്റ്റ്, ദിശ അളവ് സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. ആര്? മാസ് ആണ്. Next, it is the force of attraction exerted by the earth on a body, that is weight ആണ് അല്ലെ. ഭൂമി ആകർഷിക്കുന്ന ബലമാണ് വെയിറ്റ് എന്ന് പറയുന്നത്, ഭാരം. സോ സെറ്റ് ആണല്ലോ. സോ നമുക്കത് കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. There are two stones of masses 2 kilogram and 20 kilogram at the same height from the surface of earth. നമുക്ക് രണ്ട് ഒബ്ജക്റ്റുകൾ ഉണ്ട്. ഒരാളുടെ മാസ് 2 കിലോഗ്രാമും മറ്റേയാളുടേത് 20 കിലോഗ്രാം ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഇവയിൽ ഏതിനെയാണ് ഭൂമി കൂടുതൽ ആകർഷിക്കുന്നത്? രണ്ടും ഒരേ ഉയരത്തിലാണ് നിൽക്കുന്നത്. ഇതിൽ ഏതിനെയാണ് ഭൂമി കൂടുതൽ ആകർഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചതാണ്, ആകർഷണ ബലം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി മാസ്. മാസ് കൂടിയാൽ ആകർഷണ ബലം കൂടും. സോ ഇവിടെ കൂടുതൽ മാസ് ആർക്കാണ്? 20 കിലോഗ്രാമിനാണ്. സോ ദാറ്റ് 20 കിലോഗ്രാമിനാണ് കൂടുതൽ മാസ് ഉണ്ടാവുക. നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലെ, മാസ് കൂടിയാൽ ആകർഷണ ബലം കൂടുമെന്നുള്ളത് നമ്മൾ പഠിച്ച കാര്യമാണ്. നെക്സ്റ്റ്, ഇവ രണ്ടും ഒരേ സമയത്ത് താഴോട്ട് നമ്മൾ ഇടാണ് അല്ലെ, താഴോട്ട് വീഴിക്കുകയാണ്, ഫ്രീലി ഫോൾ ആണ് പറയുന്നത് അല്ലെ. ഓക്കെ, ദെൻ വിച്ച് വൺ വിൽ റീച്ച് ദ ഗ്രൗണ്ട് ഫസ്റ്റ്? ഏതാണ് താഴെ ആദ്യം എത്തുക എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ വെറുതെ ഇടുക, നിർബാധം പതിക്കുക അല്ലെങ്കിൽ ഫ്രീലി ഫോളിന്റെ ഒക്കെ കേസിൽ ഏതൊരു ഒബ്ജക്റ്റിനെയും ഒരേ ഉയരത്തിൽ നിങ്ങൾ ഒരേ സമയം നമ്മൾ താഴേക്ക് ഇടുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, രണ്ടും ഒരേ സമയം ഒരേപോലെയാണ് താഴെ എത്തുക. കാരണം അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ ആണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആൻഡ് ദാറ്റ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെ, ജി, ഭൂഗുരുത്വാകർഷണ ത്വരണം എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ്. അതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും 9.8 മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ തന്നെയാണ്. അതൊരിക്കലും മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അല്ലെ. വലിയ പാറക്കല്ലും ഒരു കുഞ്ഞു കടലാസ് കഷ്ണവും ഒരേ സമയം ഒരേ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇട്ടാൽ രണ്ടും ഒരേപോലെ തന്നെയാണ് താഴേക്ക് എത്തുക. കാരണം അവിടെയുള്ള ആള് ജി എന്ന് പറയുന്നത് 9.8 ആണ്. എല്ലാവർക്കും അത് മാസിനെ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഓക്കെ, അപ്പൊ അത് 9.8 അതുകൊണ്ട് ഒരേ സമയം താഴെ എത്തും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പയർ ദ വെയിറ്റ് വൈൽ ദേ ആർ ഫാളിംഗ് ഡൗൺ. അവര് താഴോട്ട് പതിക്കുന്ന അവസരത്തിൽ അവരുടെ വെയിറ്റ്, ഭാരം താരതമ്യം ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. താഴോട്ട് പതിക്കുന്ന സമയത്ത് ഫ്രീലി ഫോളിന്റെ കേസിൽ എല്ലാവരുടെയും വെയിറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും അല്ലെ. നമ്മള് ഫ്രീലി ഫോൾ, നമ്മൾ ബിൽഡിങ്ങിന്റെ മുകളിൽ താഴേക്ക് എടുത്ത് ചാടുകയാണ്. ആ സമയത്ത് നമ്മൾ വെയിറ്റ് നോക്കുമ്പോൾ നമുക്ക് അത്ഭുതമാവും, അത് 0 ആയിരിക്കും. ഏതൊരാളുടെയും ഫ്രീലി ഫോൾ, നിർബാധം പതിക്കുന്ന അവസരത്തിൽ അതിന്റെ വെയിറ്റ്, ഭാരം എന്ന് പറയുന്നത് 0 ആയിരിക്കും. നമ്മൾ പഠിച്ച കാര്യമാണ്. Next question, which of the following can be measured using a spring balance? സ്പ്രിംഗ് ത്രാസ് ഉപയോഗിച്ചിട്ട് അളക്കാൻ കഴിയുന്നത് ഏതാണെന്ന് ബ്രാക്കറ്റിൽ നിന്ന് കണ്ടെത്തി എഴുതുക. മാസ് ആണോ, വെയിറ്റ് ആണോ, സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. മാസ്, ഭാരം, ഭൂഗുരുത്വ കേന്ദ്രം. അന്തം വിട്ട് എഴുതരുത് കേട്ടോ. നമുക്കറിയാം, സ്പ്രിംഗ് ത്രാസ് അല്ലെങ്കിൽ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിക്കുന്നത് വെയിറ്റ് അളക്കാൻ വേണ്ടിയിട്ടാണ്, വെയിറ്റ് ഭാരം അളക്കാനാണ്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, മാസ് അളക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ദാറ്റ് ഈസ് കോമൺ ബാലൻസ്, കോമൺ ത്രാസ് അല്ലെ, സാധാരണ ത്രാസ് ആണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
at which part of earth should a body be placed so that it will experience the maximum gravitational force of attraction? ഭൂമിയിൽ ഒരു വസ്തുവിന് ഗുരുത്വാകർഷണം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് എവിടെയാണ് and എന്തുകൊണ്ട്? നമുക്കറിയാം ഭൂമിയുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതുപോലെ പ്ലിങ്ങോ ഷേപ്പ്, അതായത് ചപ്പി അല്ലെ, അങ്ങനത്തെ ഒരു ഷേപ്പാണ് നമ്മുടെ ഭൂമിയുടെ ഷേപ്പ് എന്ന് പറയുന്നത്. ഒരു ഓവൽ ഷേപ്പ് നമ്മൾ പറയില്ലേ. അതിൽ തന്നെ ഇതാണ് അതിന്റെ സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് അതിന്റെ സെന്റർ നമുക്കറിയാം. ആൻഡ് ഇവിടേക്ക് പോകുന്നതോറും ഇതാണ് നമ്മുടെ ഇക്വേറ്റർ, ഭൂമധ്യരേഖ പ്രദേശം. ഇക്വേറ്റർ, ഭൂമധ്യരേഖ. മുകളിലുള്ളതാണ് നമ്മുടെ ധ്രുവ പ്രദേശം അല്ലെങ്കിൽ പോൾ എന്ന് പറയുന്നത് അല്ലെ. നമുക്കറിയാം സെന്ററിൽ നിന്നും നമ്മൾ പോളിലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കിയോ അല്ലെ. നമുക്കറിയാം സെന്ററിൽ നിന്നുള്ള അകലത്തെയാണ് നമ്മൾ റേഡിയസ് അല്ലെ നമ്മൾ പറയുന്നത് അല്ലെ, റേഡിയസ് അല്ലെങ്കിൽ ആരം എന്ന് പറയുന്നത്. പോളിലേക്കുള്ള റേഡിയസ് വളരെ കുറവാണ്. എന്നാൽ ഇക്വേറ്ററിലേക്കുള്ള റേഡിയസ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ് അല്ലെ, വളരെ കൂടുതലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെ, നമ്മളുടെ ഭൂഗുരുത്വാകർഷണം, നമ്മളുടെ ഗുരുത്വാകർഷണം എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് അല്ലെ. ഡിസ്റ്റൻസ് കൂടിയാൽ, റേഡിയസ് കൂടിയാൽ ഗുരുത്വാകർഷണം കുറയും. അപ്പൊ റേഡിയസ് ആർക്കാ കൂടുതൽ? ഇക്വേറ്ററിൽ കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്യും? ഗുരുത്വാകർഷണം കുറയും. അപ്പൊ കൂടുതൽ എവിടെയെന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? ധ്രുവ പ്രദേശം, പോളിലാണ്. ഗുരുത്വാകർഷണം കൂടുതൽ പോളിലാണ് കേട്ടോ, പോളിലാണ്. കാരണം അവിടെ റേഡിയസ് കുറഞ്ഞാല് മറ്റേ ആള് കൂടുമെന്ന് നമ്മൾ പഠിച്ച കാര്യമാണ്. നെക്സ്റ്റ്, ഭൂകേന്ദ്രത്തിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തുവിന്റെ ഭാരം എത്രയാണ്? അതായത് ചോദ്യം, വാട്ട് വിൽ ബി ദ വെയിറ്റ് ഓഫ് എൻ ഓബ്ജെക്ട് അറ്റ് ദ സെന്റർ ഓഫ് എർത്ത്? നമുക്കറിയാം ജി അല്ലെ, നമ്മളുടെ വെയിറ്റ് കണ്ടുപിടിക്കുക എങ്ങനെയാണ്? മാസിനെ ജി കൊണ്ട് ഗുണിച്ചാൽ മതി. സെന്ററിൽ ജി എന്ന് പറഞ്ഞാൽ 0 ആയത് കൊണ്ട് തന്നെ സെന്ററിലുള്ള വെയിറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ജി 0 ആയതുകൊണ്ട് ഏതൊരു ഒബ്ജക്റ്റിനെയും ജി കൊണ്ട് അല്ലെ മാസിനെ ജി 0 കൊണ്ട് ഗുണിച്ചാൽ അത് എത്രയായിരിക്കും? 0 ആയിരിക്കും. സോ 0 is the answer. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സർ ഐസക് ന്യൂട്ടൺ തൂവലും നാണയവും ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള പരീക്ഷണമാണ് അല്ലെ. സർ ഐസക് ന്യൂട്ടൺ ഡിഡ് an experiment with the feather and the coin. Okay, what is the reason that the feather and the coin fall together when the air inside the tube was emptied? Okay, നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലെ. നമ്മളെ ന്യൂട്ടൺ അല്ലെ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ആദ്യം എന്താ ചെയ്തത്? ഒരു ട്യൂബില് തൂവലും നാണയവും കോയിനും ഒരേ സമയം എടുത്ത് താഴേക്ക് ഇട്ട് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന അതേ കാര്യം നമുക്കറിയാം. നമ്മൾ ഇമാജിൻ ചെയ്യുമ്പോൾ തൂവൽ ഇങ്ങനെ പറന്ന് ഇങ്ങനെ പോരും, നാണയം അല്ലെ കോയിന് പെട്ടെന്ന് എത്തുന്നതായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഇനി ന്യൂട്ടൺ എന്ത് ചെയ്യാണ്? ആ ട്യൂബിലുള്ള മുഴുവൻ എയറും പുറത്തേക്ക് കളഞ്ഞിട്ട് ആ എക്സ്പെരിമെന്റ് വീണ്ടും ചെയ്യുന്ന സമയത്ത് അത്ഭുതം കാണുകയാണല്ലേ. എന്താണ് കണ്ടത്? രണ്ടും ഒരേ സമയം ഇങ്ങനെ താഴേക്ക് വീഴുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം നമ്മൾ പഠിച്ചതാണ്. എന്താ കാരണം? അവിടെ ഉണ്ടാകുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാല് 9.8 ആണ്. അതെല്ലാവർക്കും സെയിം ആണെന്നുള്ള കാര്യം നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലെ. ഓക്കെ, അപ്പം സാധാരണ കേസിൽ ഇപ്പൊ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, ഈ ഒരു പേപ്പറും ഈ ഒരു സാനിറ്റൈസറിന്റെ ബോക്സ് അല്ലെ ഇതും ഇതിൽ അത്യാവശ്യം ഉണ്ട്. ഓക്കെ, നല്ല അത്യാവശ്യം ഉണ്ട് അല്ലെ. ഒരേ സമയം ഞാൻ താഴേക്ക് ഇടുമ്പോൾ നോക്കിയോ, പേപ്പർ ഇതാ ഇപ്പോഴാണ് പേപ്പർ ആദ്യം എത്തിയത് ആരാണ്? നമ്മുടെ ബോക്സ് അല്ലെ ഈ സാനിറ്റൈസറിന്റെ ബോട്ടിലാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഭാരം കൂടുതലാണ്, മറ്റേ ആൾക്ക് കുറവാണ്, അതുകൊണ്ടാണ്. പക്ഷെ ആക്ച്വലി അതല്ല സംഭവിച്ചത്. ഇവിടെ എയർ ഉള്ളത് കൊണ്ടാണ് പേപ്പർ ഇങ്ങനെ പാറി പറന്നു പോയത്. ഇവിടുത്തെ എയർ ഒക്കെ കളഞ്ഞ് നമ്മൾ ഇതേ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് രണ്ടും ഒരേപോലെ താഴേക്ക് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇവിടുത്തെ എയർ ഒക്കെ കളഞ്ഞ് തരട്ടല്ലേ. അപ്പൊ നമുക്കത് ചെയ്ത് കാണിച്ചു കൊടുക്കും. ഓക്കെ, അപ്പൊ ന്യൂട്ടൺ അങ്ങനെ ചെയ്യാൻ പറ്റി. അപ്പൊ ന്യൂട്ടൺ അന്തം വിട്ടു പോയില്ലേ, നമ്മൾ അന്തം വിട്ടു പോയില്ലേ. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും രണ്ടും ഒരേപോലെ താഴെത്തുന്നത്. പക്ഷെ ആക്ച്വലി അങ്ങനെ എത്തും. കാരണം അവിടെ ഉണ്ടാകുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ ജി എന്ന് പറയുന്നത് 9.8 ആണ്. അതെല്ലാവർക്കും സെയിം ആണ്. അത് ഒരിക്കലും അയാളുടെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the mass of an object is 50 kilogram on earth and what is its mass in Jupiter എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭൂമിയില് 50 കിലോ മാസുള്ള ഒരു വസ്തുവിന്റെ മാസ് വ്യാഴത്തിൽ എത്രയായിരിക്കും? മക്കളെ, മാസ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ആണ്. എല്ലായിടത്തും അത് എവിടെ പോയാലും സെയിം ആണ്. വെയിറ്റ് മാത്രമാണ് മാറിപ്പോവുക. അത് അല്ലെ വിശ്വസിക്കാൻ പറ്റാത്ത ആളാണ് വെയിറ്റ്. അത് ഓരോ സ്ഥലത്തും മാറും. പക്ഷെ മാസ് എന്ന് പറഞ്ഞാൽ അത് കോൺസ്റ്റന്റ് ആണ്. ഇവിടെയുള്ള അതേ മാസ് തന്നെ ആയിരിക്കും നമ്മൾ ഭൂമിയുടെ സെന്ററിൽ കൊണ്ടുപോയി വെച്ചാലും നമ്മൾ വേറെ പ്ലാനറ്റ്സിലോ എവിടെ കൊണ്ടുപോയി വെച്ചാലും മാസ് എന്ന് പറയുന്നത് സെയിം ആണ്. ഇത് നിങ്ങളെ ടിസ്റ്റ് കേട്ടോ, നിങ്ങളെ തെറ്റിപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് 50 കിലോ തന്നെയായിരിക്കും കേട്ടോ. മാസ് ഒരിക്കലും മാറില്ല, വെയിറ്റ് മാത്രമാണ് മാറുക.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ വസ്തുവിന്റെ ഭാരം ചന്ദ്രനിൽ എത്രയെന്ന് കണക്കാക്കുക. വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ദിസ് സബ്ജക്ട് ഓൺ മൂൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെയിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, എം ഇൻറ്റു ജി ആണ്. സോ എം എന്ന് പറഞ്ഞാൽ 50 ആണ്, ജി എന്ന് പറഞ്ഞാൽ മൂണിലുള്ള ജീൻ്റെ വാല്യൂ 1.62. ഇത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? ആ വാല്യൂ ആണ് നമ്മളുടെ വെയിറ്റ് ഓൺ മൂൺ എന്ന് പറയുന്നത്. അത്രയും ന്യൂട്ടൺ ആണ് കേട്ടോ. കണ്ടുപിടിച്ചെഴുതൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം ദ ഫോളോവിങ് ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഭൂഗുരുത്വ ത്വരണത്തെ സംബന്ധിച്ചിട്ട് ശരിയായത് ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും. സെയിം അറ്റ് ഓൾ പ്ലേസസ് ഓഫ് എർത്ത് ആണോ? പോളിൽ വേറെയാണ്, ഇക്വേറ്ററിൽ വേറെയാണ് അല്ലേ? നമ്മൾ പഠിച്ചതല്ലേ, പോളിൽ ജീൻ്റെ വാല്യൂ കൂടുതലാണ്, ഇക്വേറ്ററിൽ ജീൻ്റെ വാല്യൂ കുറവാണ്. പഠിച്ച കാര്യം. ഓക്കെ, അപ്പോൾ അത് തെറ്റാണ്. നെക്സ്റ്റ്, മോർ ഫോർ ഹയർ മാസ് ആൻഡ് ലെസ് ഫോർ ലോവർ മാസ്. പൊട്ടത്തെറ്റ് അല്ലേ? പേപ്പറും നമ്മളുടെ സാനിറ്റൈസറിന്റെ വലിയ ബോട്ടിലും ഇട്ട സമയത്ത് രണ്ടും ഒരേ സമയം താഴേക്ക് എത്തുന്നുണ്ട് അല്ലേ? നമ്മളെ എയർ ഉള്ളതുകൊണ്ട് എയർ ഇല്ലെങ്കിൽ ഒരേ സമയം താഴേക്ക് എത്തും. കാരണം അവിടെ ജി എന്ന് പറഞ്ഞാൽ 9.8 ആൻഡ് ജീൻ്റെ വാല്യൂ ഒരിക്കലും അതിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അല്ലെ? മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഇത് പറഞ്ഞാൽ എന്തോ പറയുന്നത് തെറ്റാണ്, ഇതും തെറ്റാണ്. നെക്സ്റ്റ്, മാസ് കൂടിയതിലും കുറഞ്ഞതിലും ഒരുപോലെ ആയിരിക്കും. സെയിം ഫോർ ബോഡീസ് ഓഫ് ഹയർ മാസ് ആൻഡ് ലോവർ മാസ്. സെയിം ആണ് അല്ലെ? അതെന്താണ്? കറക്റ്റ് പോയിന്റ് ആണ്. ആൻഡ് ലെസ് ഫോർ ഹയർ മാസ് ആൻഡ് മോർ ഫോർ. എന്ത് പൊട്ടത്തെറ്റാ പറയുന്നത്? അതൊക്കെ തെറ്റാണ്. സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ലൊക്കേഷൻ ഓൺ ദ സർഫസ് ഓഫ് എർത്ത് വെയിറ്റ് ഓഫ് ദ ബോഡി വിൽ ബി മാക്സിമം. ഭൂമിയുടെ ഉപരിതലത്തിൽ വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് അവയിൽ എവിടെയായിരിക്കുമ്പോഴാണെന്നാണ് ക്വസ്റ്റ്യൻ. സെന്റർ ഓഫ് എർത്ത് ആണോ, അറ്റ് ദ ഇക്വേറ്റർ ആണോ, അറ്റ് ദ പോൾ ആണോ, ബട്ട് ബിറ്റ്വീൻ ദ സെന്റർ ഓഫ് എർത്ത് ആൻഡ് സർഫസ്, അങ്ങനെ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം? താഴെ കമന്റ് ചെയ്യണം. നമുക്കറിയാം ഭൂമിന്റെ ഷേപ്പ് ഇതാ ഇതുപോലെ പ്ലിങ്ങോ ഷേപ്പ് അല്ലെ? ഒരു ഓവൽ ഷേപ്പ് ആണ് ആക്ച്വലി. ആൻഡ് ഇതാണ് ഇക്വേറ്റർ എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെയാണ് അതിന്റെ പോൾ എന്ന് പറയുന്നത് അല്ലെ? ഇവിടെയാണ് റേഡിയസ്. നോക്കുക, റേഡിയസ് കൂടിയാൽ അല്ലെ എന്തോ ഒന്ന് കുറയും, റേഡിയസ് കുറഞ്ഞാൽ എന്തോ ഒന്ന് കൂടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എവിടെയാണ് കൂടുതൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അത് മാത്രമല്ല, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകൾ എക്സാമിന് മുന്നേ നിങ്ങൾക്ക് എഴുതി തീർക്കാൻ അല്ലെങ്കിൽ പറഞ്ഞു തീർക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചോദിച്ചോളൂ. സോ നമ്മൾ അതിൻ്റെ വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു സോ മച്ച്. ബൈ.